വഖഫ് ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗ് പ്രതിനിധിയായി ടി മുഹമ്മദ് ബഷീർ സമിതിയിൽ അംഗമായേക്കുമെന്നറിയുന്നു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതി ബില്ല് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് അഥവാ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഉണ്ടായത്. ആ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ മുന്നോട്ട് പോയ സർക്കാർ ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ശബ്ദ വോട്ടോടുകൂടി നേടി. എന്നാൽ അതിനുശേഷം ഈ ബില്ലിൽ വിശദമായിട്ടുള്ള പരിശോധന വേണം എന്ന വാദം ശക്തമായതോടുകൂടി ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. 40ഓളം ഭേദഗതികളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, മതപരമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചർച്ച ഈ വിഷയത്തിൽ നടന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന ആക്ഷേപം. ആ ആക്ഷേപത്തെ പരിഗണിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് JPC പ്രഖ്യാപിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇത് നേരത്തെ ഒരു നിർദ്ദേശമായിട്ട് വന്നിരുന്നെങ്കിലും അന്ന് സർക്കാർ അതിനെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് എത്തിയില്ല. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അടക്കം ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ആ ഘട്ടത്തിലും അത് പരിഗണിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയത്. ഏതായാലും JPC പ്രഖ്യാപിക്കാനായിട്ടുള്ള തീരുമാനം ഇന്നലെ സർക്കാർ സഭയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതനുസരിച്ച് ഇനി ഈ ബില്ല് പരിഗണിക്കുന്നത് JPC ആയിരിക്കും. JPC പരിഗണിച്ച് ഈ ബില്ലിന്മേൽ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. ആ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ ബില്ല് വീണ്ടും സഭയിൽ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നലെ നടന്നു. പ്രതിപക്ഷ നിര ഉയർത്തിയ വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് സർക്കാർ കൈവച്ചതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും കൈവയ്ക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നതിന്റെ തുടക്കമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന രീതിയിൽ തന്നെ എല്ലാ മതങ്ങളും ഈ വിഷയത്തെ പരിഗണിക്കും എന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വാദം. കേന്ദ്ര സർക്കാർ ഈ വാദത്തെ ശക്തമായിട്ട് എതിർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതി പ്രഖ്യാപിക്കും. സ്പീക്കറായിരിക്കും സംയുക്ത പാർലമെന്ററി സമിതിയെ പ്രഖ്യാപിക്കുക. കേരളത്തിൽ നിന്ന് ലീഗ് പ്രതിനിധിയായിട്ട് ടി മുഹമ്മദ് ബഷീർ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റാരൊക്കെ ഉണ്ടാകും ഈ സമിതിയിൽ എന്നതിനെ സംബന്ധിച്ച് സ്പീക്കർക്കാണ് അതിലൊരു വിവേചനാധികാരം. അദ്ദേഹമായിരിക്കും ആ തീരുമാനം കൈക്കൊള്ളുക. BJPയുടെ ഭാഗത്തു നിന്നോ അഥവാ NDAയുടെ ഭാഗത്തു നിന്നോ ഉള്ള ആരെങ്കിലും ആയിരിക്കും ഈ സമിതിയുടെ ചെയർമാൻ, അധ്യക്ഷൻ എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇന്നും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഈ JPC പ്രഖ്യാപനം അടക്കമുള്ള സമയങ്ങളിൽ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.